നെറ്റ് എക്സാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ക്രോമിൽ NTA നെറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ആ സമയത്ത് വരുന്ന ഓപ്ഷൻസിൽ ഫസ്റ്റ് ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാം. ഓപ്പണായി വരുന്ന വിൻഡോയിൽ രജിസ്ട്രേഷൻ ഫോർ UGC നെറ്റ് ജൂൺ 2024 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഉള്ളത് നമ്മൾ ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഗ്രീൻ മാർക്കിലുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഇതിലുള്ള ഡീറ്റെയിൽസൊക്കെ വായിച്ച് നോക്കുക. ജനറൽ കാറ്റഗറിക്ക് 1150, OBCക്ക് 600, SC STക്കൊക്കെ 325, അങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവർ കൊടുത്തതൊക്കെ വായിച്ച് നോക്കുക. അതിനുശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക ടു പ്രൊസീഡ് കൊടുക്കുക. ഇതൊക്കെ വായിച്ച് നോക്കേണ്ടതാണ്. നോർമൽ നിങ്ങൾ മുന്നേ ചെയ്ത എല്ലാം കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്. ആധാർ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാം, നിങ്ങളുടെ ID ഉണ്ടാക്കാം. ആധാർ കൊടുത്തിട്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ തീരുമാനിച്ചു. പല ഓപ്ഷൻസ് ഉണ്ട്. പാസ്പോർട്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. സോ അതെനിക്ക് ഓക്കെ ആയി. ദെൻ നമ്മൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക. നമ്മുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ ഏതാണോ പ്രൂഫ് കൊടുക്കുന്നത് ആ പ്രൂഫിലുള്ളതായിരിക്കണം. ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. മെയിൽ ID, ഫോൺ നമ്പറൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അഡ്രസ്സൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ദെൻ ഒരു ന്യൂമറിക്ക്, ഒരു പഞ്ച്വേഷൻ മാർക്ക്, അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. സ്ട്രോങ്ങസ്റ്റ് പാസ്വേഡും ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മ വേണ്ടേ. എൻ്റെ ഓപ്ഷൻ എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാൻ ഫസ്റ്റിലേറ്റോ അല്ലെങ്കിൽ ലാസ്റ്റിലേറ്റോ ഓപ്ഷനാണ് എടുക്കുക. ദെൻ അത് നിങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള വേർഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എന്താ വെച്ചാൽ അത് മറന്നു പോവും. അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഓരോ പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കി അതിലെല്ലാം കറക്റ്റാണ് എന്നുള്ള ഏതൊക്കെ പോർഷൻസ് ആണെന്നുള്ള അതൊക്കെ ടിക്ക് ചെയ്ത് ഡിക്ലറേഷനും അഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് ടു പ്രൊസീഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കൊടുക്കണം. ദെൻ സബ്മിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ലോഗൗട്ട് ആയിട്ട് വരും. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാകും. അതിലുള്ള ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പിൻ നമ്പർ കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ സിസ്റ്റമോ നിങ്ങളുടെ പേഴ്സണൽ ഡിവൈസോ ആണെങ്കിൽ നിങ്ങൾക്കത് ഗൂഗിൾ പാസ്വേഡ്സിൽ സേവ് ചെയ്യാം. അല്ലാത്തത് സേവ് ചെയ്യാൻ നിൽക്കരുത്. ദെൻ നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പം മറവിയുള്ള ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ലോഗിൻ ചെയ്തിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. ലോഗിൻ ചെയ്താൽ നമ്മൾ ഡാഷ്ബോർഡിലേക്കാണ് എത്തുക ചെയ്യുക. അതിൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെയുണ്ട്. അതൊന്ന് കൺഫേം ചെയ്യാണ് വേണ്ടത്. നമ്മൾ സെക്യൂരിറ്റി നമ്പർ കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക, ദെൻ നമ്മൾ അഗ്രി ചെയ്യുക. ഡിക്ലറേഷൻ അഗ്രി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ വരുന്ന വിൻഡോയിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള NF-OBC ആണോ എന്നാണ് ചോദിക്കുക. അതായത് OBC കാറ്റഗറിയിൽ 6 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ളവരാണ് നിങ്ങളെങ്കിൽ യെസ് കൊടുക്കുക. നമുക്ക് ഗ്രാൻറ്റുകളും മറ്റ് സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് പ്രൊസീഡ് ടു നെക്സ്റ്റ് ഇതിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്തുന്ന വിൻഡോയിൽ നമ്മൾ 4 ഇയർ ഗ്രാജുവേറ്റ് ആണോ, അണ്ടർ ഗ്രാജുവേറ്റ് ആണോ, അതോ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണോ ഉള്ള രീതിയിലുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് റിസൾട്ടും ഒക്കെ കൊടുത്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്യും. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എടുത്തവർക്ക് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കിട്ടുക. അത് ഫില്ല് ചെയ്തിട്ട് പിന്നീടുള്ള ഓപ്ഷനിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നുള്ള ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്.
നമ്മൾ പാസ് ഔട്ട് ചെയ്ത ഇയർ, മാർക്സ്, ടോട്ടൽ മാർക്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കണം. ഗ്രേഡ് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കാനുണ്ട്. റിസൾട്ട് മോഡ് നമുക്ക് പെർസെൻറ്റേജ് ആണോ ഗ്രേഡ് എന്നുള്ള രീതിയിലാണോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നീട് വരുന്ന ഡയലോഗ് ബോക്സിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് വിൻഡോയിൽ എത്തുമ്പം നമ്മളവിടെ അപ്ലൈ ഫോർ ഇതാണെന്ന് ചോദിക്കുന്നുണ്ട്. 3 ഓപ്ഷൻ വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ, JRF ഓൺലി, PhD ഓൺലി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്ത് സെലക്ട് ചെയ്യുമ്പം 3 ഓട്ടോ സെലക്ട് ആകുന്നുണ്ട്. ഇനി നമ്മുടെ ഡീറ്റെയിൽ വെച്ചിട്ട് സിസ്റ്റം തന്നെ അല്ലെങ്കിൽ AI തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല. പിന്നെയുള്ള നമുക്ക് ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ളത്, ജേർണലിസം എന്നുള്ളത് 63 ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻസ് ജേർണലിസം 63 ആണ്. അത് സെലക്ട് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പ്രിഫറൻസ് ഏത് സ്റ്റേറ്റിൽ ഏത് സിറ്റിയിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടതെന്നുള്ള 4 ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഇതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. എക്സാം ഡീറ്റെയിൽസിൻ്റെ വിൻഡോ വരുന്നതിന് മുന്നേ ഒരു വിൻഡോ ഉണ്ട്. അതിൽ നമ്മൾ റിസർച്ച് ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. നമുക്ക് റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്ത ഡെസർട്ടേഷൻ്റെ ബേസിൽ യെസ് എന്ന് കൊടുക്കരുത്. നമുക്ക് ഒഫീഷ്യലി പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിസർച്ച് എക്സ്പീരിയൻസ് യെസ് കൊടുക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്യണം. ഫോട്ടോ എന്ന് പറയുന്നത് 200 KB സിഗ്നേച്ചർ എന്ന് പറയുന്നത് 30 KB താഴെ ആയിരിക്കണം. നമ്മൾ മീഡിയ പ്ലെയറിൽ പോയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോട്ടോ പറയുന്നത് 561 KB ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ വേറൊരു ടാബ് തുറക്കുക. അതിൽ റീസൈസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങൾ അതിനായിട്ട് ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇമേജ് നിങ്ങളുടെ സൈസ് കുറക്കേണ്ടത്, ഇനി കൂട്ടേണ്ടതാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. ആ ഇമേജ് എടുക്കുക. ഞാൻ കുറേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സൈസ് കുറയുമോ എന്നൊക്കെ നോക്കി. പക്ഷേ സ്ക്രീൻഷോട്ടൊന്നും സൈസ് കുറഞ്ഞിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഇമേജ് അപ്ലോഡ് ചെയ്യുക. റീസൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് കൂട്ടേണ്ടതാണെങ്കിൽ അതിലുള്ള ഡാറ്റാസ് വെച്ചിട്ട് കൂട്ടാം. ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇമേജ് ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ചൂസ് ഫയൽ എടുക്കുക. ദെൻ അതിൽ നമുക്ക് മീഡിയ പിക്കർ എടുത്ത് ഡൗൺലോഡ്സിൽ പോയിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ടൈം എടുക്കും. നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ടൈം ഔട്ടായി പോകുന്നൊന്നും പേടിക്കണ്ട. ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേയ്മെൻറ്റിലേക്കാണ് പോവുക. അതിനു മുന്നേ നമ്മുടെ ഇമെയിൽ നമ്മൾ നേരത്തെ വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്പറും കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം ഇത്രയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇത്രയും കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റാണോ നോക്കി എല്ലാം ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് ഓപ്ഷൻസിലേക്ക് പോകും. ദെൻ സബ്മിഷന് ശേഷം നമുക്ക് 3 ഓപ്ഷൻസാണുള്ളത്. HDFCയും ICIയും SBIയും ആണുള്ളത്. അതിൽ SBI എടുക്കുന്നതായിരിക്കും നല്ലത്. ഏത് ബാങ്ക് ആണെങ്കിലും എനിക്കൊന്ന് SBI എടുത്തിട്ട് ത്രൂ UPI ആപ്പ് വഴിയോ അല്ലെ ക്രെഡിറ്റ് കാർഡ് വഴിയോ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഡെബിറ്റ് കാർഡ് വഴിയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പേ ചെയ്യുക. പേ ചെയ്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക. ഒന്നും നമ്മൾ പ്രസ് ചെയ്യാനൊന്നും പാടില്ല. വെയിറ്റ് ചെയ്താൽ അത് ഡയറക്റ്റായിട്ട് നമ്മളെ സൈറ്റിലേക്ക് തന്നെ വരും. ദെൻ അതിൽ സക്സസ് ആണെന്ന് കാണിക്കും. പിന്നെ ഒരുപാട് ടാബ് അവിടെ പ്രീവിയസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടാബ് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇനി എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ പ്രൊഫൈൽ തന്നെയാണോ അറിയില്ല. ഓരോ പ്രാവശ്യം ചെയ്യുന്ന പേയ്മെൻറ്റ് കാണിക്കാനാണോ എന്നറിയില്ല. ഒരുപാട് ടാബ് ഓപ്ഷൻസ് കാണുന്നുണ്ട്. ദെൻ അതിന് ശേഷം ഡാഷ്ബോർഡിൽ പോകാം. ഡാഷ്ബോർഡിൽ പോയാൽ നമ്മുടെ എല്ലാ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിൽ എഡിറ്റ് ഓപ്ഷനൊന്നും അവൈലബിൾ അല്ല. നമ്മൾ ഓൾറെഡി ടിക്ക് എല്ലാം ചെയ്ത് ഡിക്ലറേഷനൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തതാണ്. ആപ്ലിക്കേഷൻ ഫോമും ഫീ പേയ്മെൻറ്റൊക്കെ കംപ്ലീറ്റ് ആയെന്ന് കാണുന്നുണ്ട്. അതിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം എടുത്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ആവും. ദെൻ അത് സൂക്ഷിച്ച് വെക്കാം. ദെൻ ഇനി നെക്സ്റ്റ് ഹോൾ ടിക്കറ്റ് വരുമ്പം നമ്മളിപ്പം
കൊടുത്ത പാസ്വേഡും യൂസർ നെയിമും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.